ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് വീണ്ടും ആ ഭാഗവതത്തിലൂടെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 26 വരെയുള്ള ശ്ലോകങ്ങളെയാണ് നമ്മൾ അനുസ്മരിച്ചത്. കൂടുതൽ മുഖവരിയൊന്നും പറയാണ്ട് എല്ലാവരുടെ പാദത്തിലും നമസ്കരിച്ചുകൊണ്ട് എല്ലാവരോടും ആ പ്രേമഭക്തി ഉണ്ടാവാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന് കുറച്ചധികം പാരായണം ചെയ്യണം എന്നുള്ളൊരു മോഹമുണ്ട്. ഓരോ ദിവസവും ഇടേണ്ടത് ആയിട്ട് കുറച്ച് പാരായണം കൂടുതൽ ചെയ്യണം എന്നൊരു മോഹമുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് ഇത് എങ്ങനെയാണെങ്കിൽ ശ്രീനാരദ മഹർഷി പറയണു, ആ ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് പറയൂ, ഭഗവാന്റെ ആ മഹിമകളെ കീർത്തിക്കൂ. അതിനെപ്പറ്റി കേൾക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ ആ ഭഗവാനോട് ആ പരമമായിട്ടുള്ളൊരു പ്രേമം, അവൻ്റെ ഉള്ളിൽ ആ ഭഗവാനോടൊരു ഇഷ്ടം തോന്നും. ആ കഥകൾ കൂടുതൽ കേൾക്കുക, കീർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ അവൻ്റെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ മനോമാലിന്യമൊക്കെ നീങ്ങിയിട്ട് അവർക്ക് ആ ഭഗവാനിൽ അഭിരുചി ഉണ്ടാവും. അങ്ങനെ അറിയേണ്ടതിനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ ആത്മാനന്ദം ലഭിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ്? ലോക നന്മയോ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ലോക നന്മയ്ക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് ഈശ്വര കഥകളെ പാടുക എന്നുള്ളതാണ്. അത് പാടുകയും കേൾക്കുകയും ചെയ്യണോണ്ട് മാത്രമേ ഒരു ജീവന് സദ്ഗതി ലഭിക്കുള്ളൂ എന്ന് വെറുതെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്തേ. അതിനൊരു ഉദാഹരണമായിട്ട് അവനവൻ്റെ ജീവിതത്തിനെ പറയുകയാണ്. അതായത് ശ്രീനാരായണ മഹർഷിയുടെ പൂർവ്വജന്മത്തിനെ പറ്റി പറയുകയാണ്. ഞാൻ പൂർവ്വജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്നു. ആ ദാസീപുത്രനായിട്ട് ഞാനിങ്ങനെ കഴിയണ സമയത്ത് അവിടെ ചാതുർമാസ്യം അനുഷ്ഠിക്കാനായിട്ട് ഋഷീശ്വരന്മാരൊക്കെ വരിക പതിവാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ വരുന്നവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ 5-6 വയസ്സായ ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് പറ്റുന്നത് പോലെ അവരെ സഹായിക്കണം. അവരെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവർ വിളിച്ചു വെച്ചാൽ നമുക്ക് പറയാതെ അവർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടു കൊടുക്കാം. അതല്ലെങ്കിൽ പൂക്കളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. അവരുടെ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഈ ഒരു കുഞ്ഞു ബാലനെ ഏൽപ്പിച്ചു. അതായത് നാരദ മഹർഷിയുടെ പൂർവ്വജന്മമാണ് പറയണത്. അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൊച്ചുകുട്ടി എങ്ങനെയാണ് അവനെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞാൽ അവനത് അവിടെ നിന്ന് ഓടിപ്പോയി കുട്ടികളോട് കൂടി കളിക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ കുട്ടികളുടെ, ആ ബാല സ്വഭാവം. അതൊന്നും ഉണ്ടായില്ല. അയാൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യണത്, എന്തൊക്കെയാണ് ഇവർ പറയണത്, അവർ അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഈശ്വരൻ്റെ കഥകളെ പറയുമ്പോൾ അവന് ഒരുപാട് സന്തോഷത്തോടു കൂടി അത് കേട്ടിരുന്നു. കീർത്തനങ്ങളെയൊക്കെ പറയുമ്പോൾ ആ കീർത്തനം പാടുമ്പോഴൊക്കെ അത് കേൾക്കുകയാണ്. അവർ നാമം ജപിക്കുമ്പോൾ കൂടെ നാമം ജപിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ ഋഷീശ്വരന്മാർക്ക് വളരെയധികം സന്തോഷമായി. ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടിക്ക് ഇങ്ങനൊരു വാസന ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെ അവരുടെ ആ
മനസ്സിന് സന്തോഷിക്കാൻ വെച്ചാൽ, അങ്ങനെയുള്ളവരുടെ മനസ്സ് സന്തോഷിക്കാൻ വെച്ചാൽ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം അവർ അടുത്തേക്ക് വിളിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അവർ ആ അവിടെ ആ യജ്ഞത്തിന് വേണ്ടി നിവേദിച്ച നൈവേദ്യങ്ങളൊക്കെ അവർ കഴിച്ച് അത് പ്രസാദമായിട്ട് ആ കുഞ്ഞിൻ്റെ കയ്യിലും കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞ് അതാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെ ആ ഈശ്വരപ്രസാദം ഭക്ഷിച്ച് സാത്വികമായിട്ടുള്ള ആ ആഹാരം ഭക്ഷിച്ചുകൊണ്ട് ഈശ്വരൻ്റെ കഥകളെ കേട്ടുകൊണ്ട് ഈശ്വരൻ്റെ നാമത്തെ കേട്ടുകൊണ്ട് അവരോടുകൂടി കഴിഞ്ഞുകൂടി ആ ബാലൻ എന്നുള്ള ഭാവമാണ്. അപ്പോൾ എല്ലാ ദിവസവും കൃഷ്ണകഥകളെ കേൾക്കുമ്പോൾ അത് ശരിക്കും അവർ അനുഗ്രഹിച്ചതുകൊണ്ട് ആ ഋഷീശ്വരന്മാർ വന്ന് അടുത്തേക്ക് വിളിക്കും. കഥ പറയണ നേരം കഥ പറയുമ്പോഴോ കീർത്തനം ചെയ്യുമ്പോഴൊക്കെ അവരുടെ ആ സ്വാധ്യായങ്ങളും സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞ ബാക്കി സമയമൊക്കെ ഈ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ആ കുട്ടിക്കും കൂടിയും കേൾക്കാൻ പാകത്തിനാണ് എല്ലാം പറയുക. അത് വളരെയധികം മനസ്സിൽ ഒരു തരം പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദ അനുഭവത്തെ ഉണ്ടാക്കി എന്ന് നാരദർ പറയണം. അങ്ങനെയാണ് 26 ശ്ലോകം വരെയാണ് വായിച്ചു നിർത്തിയത്. 26ാമത്തെ ശ്ലോകം വരെയാണ്. മനോജ്ഞമാം കൃഷ്ണകഥാമതം ശവിച്ചനുഗ്രഹത്താലവിടെ ദിനേ ദിനേ വസിക്ക് ഓരോ പദവും നുണയ്ക്കയാൽ പ്രിയശ്രവസിങ്കലുദിച്ചു മേരുചി. അങ്ങനെ ഓരോ ദിവസവും ആ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ആ ഭഗവാനിൽ തന്നെ ആ മനസ്സ് ഉറച്ചു പോയി. ഭഗവത് കഥകൾ കേൾക്കണം, കൂടുതൽ കേൾക്കണം, നാമം ജപിക്കണം എന്നുള്ളൊരു കൊതി എനിക്കുണ്ടായി എന്ന് പറഞ്ഞ ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് വച്ചത്. അടുത്തത് 27ാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പാരായണം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം. എന്നും മുകുന്ദചരിതാമൃതമുച്ചരിക്കാൻ എന്നാവിലെപ്പോഴും അതീശ്വരി വാണിടേണം. 27ാമത്തെ ശ്ലോകം. പ്രഥമസ്കന്ധം അധ്യായം 5 ശ്ലോകം 27. തസ്മിൻസ്തഥാ ലുബ്ധരുചേർമഹാമുനെ പ്രിയശ്രവസ്യ സ്കലിതാമതിർമമ യായാഹമേതത് സദസത്സ്വമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഇത്തം ശരത്പ്രാവിഷികാവൃദൂഹരേർ വൃഷൃണ്വതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ ഭക്തിപ്രവൃത്താത്മരജസ്തമോബഹാം. അമ്മട്ടിലന്നാർജിത ഭക്തിമൂലമാ പ്രിയശ്രവസിംഗലർ ഉറച്ചിതന്മനം ബ്രഹ്മം സ്വരൂപം സതസദ്വിഭേദമായാവികൽപ്പം വഴിയെന്നു കണ്ടു ഞാൻ. ശരത്തിൽ വർഷത്തിൽ അഭംഗമാ മഹാമുനീന്ദ്ര കീർത്തിച്ചതു വിഷ്ണുവൈഭവം. അതൊക്കെയും കേൾക്കെ വളർന്നിതെന്നിലും വിശുദ്ധമാം ഭക്തി രജസ്തമാതമോപഹം. പറയാണ് അവർ ആ ഭഗവാന്റെ യശസ്സോട് കൂടിയിട്ടുള്ള ആ ഭഗവാനിൽ എൻ്റെ ബുദ്ധി ആ ഭഗവാനിലേക്ക് തിരിഞ്ഞു. പലതിലേക്കും തിരിയേണ്ട ബുദ്ധി ആ വിവേകം ഉദിച്ചു ബുദ്ധിയിൽ. ഈശ്വരനെ പറ്റി കേട്ടപ്പോൾ ആ ഭഗവാനെ പറ്റി കൂടുതൽ കേൾക്കണം എന്ന് ആ രീതിയിൽ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ആ ഭഗവാനിൽ ഉറച്ച ആ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു? സ്ഥൂല സൂക്ഷ്മപരമായിട്ടുള്ള ഈ ശരീരം ആ പ്രപഞ്ചാതീതനും ആ ബ്രഹ്മസ്വരൂപനുമായിട്ടുള്ള എന്നിൽ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അതായത് ഈ ശരീരവും അതിനോടനുബന്ധപ്പെട്ടതൊക്കെ മായയാണ്, സത്യമായിട്ടിരിക്കുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആ ചെറിയ പ്രായത്തിലെ തന്നെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. ഈ അവസ്ഥയിൽ എത്തിയതിന് ശേഷം എന്താ അങ്ങനെ ആ മഹാത്മാക്കളായുള്ള മുനികൾ 3 സന്ധ്യകളിലും എന്താ സങ്കീർത്തനം ചെയ്യുന്നത്? ഭഗവാന്റെ ആ ശ്രീഹരിയുടെ ആ യശസ്സിനെ കുറിച്ചിട്ട്, ശ്രീഹരിയുടെ മഹത്വത്തെക്കുറിച്ചിട്ട് എപ്പോഴും ഇതങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ വർഷ ഋതു, ശരത് ഋതു, അങ്ങനെ 2 ഋതുക്കളിലും
ഇതാ എല്ലാ ദിവസവും ശ്രദ്ധയോട് കൂടിയിട്ട്, അതായത് ചാതുർമാസ്യം ആണ്, രണ്ട് ഋതുക്കൾ ചാതുർമാസ്യം എന്നാ പറയുക. ചാതുർമാസ്യം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവർ അപ്പോഴെല്ലാം എന്തുണ്ടായിരുന്നു, ഈ ഭഗവാന്റെ കഥകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവർ 3 സന്ധ്യകളിലും ഈശ്വര കഥകളെ പറഞ്ഞും പാടിയൊക്കെ കഴിഞ്ഞുകൂടിയ അതിൻ്റെ അവരോടൊപ്പം കഴിഞ്ഞതുകൊണ്ട് ആ രജസ് തമസിനെയൊക്കെ നീങ്ങി, എൻ്റെ ഉള്ളിലുള്ള രജസ്തമോ ഗുണങ്ങളെല്ലാം നീങ്ങിയിട്ട് അവിടെ ആ ശുദ്ധമായിട്ടുള്ള ഭക്തി ജനിച്ചു എന്ന് നാരദ മഹർഷി പറയുന്നു. തസ്യൈവം മേനുരക്തസ്യ പ്രസിതസ്യ ഹദൈനസ ശ്രദ്ധാധാനസ്യ ബാലസ്യ ദാന്താസ്യാന അനുജരസ്യ ച ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്യമോജൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സല യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസാ മായാനുഭാവം അവിദം യേന ഗച്ഛന്തി തൽപദം. ചാതുർമാസ്യാന്ത്യത്തിൽ വേർപെട്ടിടവേ വത്സലർ ഋഷികൾ ഗുഹ്യഭാഗവതജ്ഞാനം ഉപദേശിക്ക കാരണം. ബാലൻ ദാന്തൻ ഭാഗ്യവാനായി ഞാനും വെറും പരിചാരകൻ, അനുരക്തൻ പ്രസിദ്ധൻ ശ്രദ്ധാദാനൻ മുക്തപാപനായി എത്തിപ്പൂ ഭഗവാൻ വാസുദേവ ബ്രഹ്മൻ്റെ മായയെ വെളിപ്പെടുത്തിടും ജ്ഞാനം ഭഗവത് ചരണങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇപ്രകാരം അവരെന്ത് ചെയ്തു, ആ ഭഗവാനിൽ എപ്പോഴും ആ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ആ സമയത്ത് അവർ ഭഗവാന്റെ കഥകളെ ഇങ്ങനെ പറഞ്ഞ് ആ കഥകൾ കേട്ട് ആ ഭഗവത് കഥകളെ സർവ്വപാപങ്ങളും നശിച്ചുകൊണ്ട് ജനന മരണങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കണ ആ ഭഗവത് കഥകളിൽ ശ്രദ്ധയുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖം എന്തുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പലതും ഉണ്ട് അല്ലേ. എന്തൊക്കെ കേട്ടാലും മതിയാവില്ല, എന്തൊക്കെ കണ്ടാലും മതിയാവില്ല, എന്തൊക്കെ രുചിച്ചാലും മതിയാവില്ല, എന്തൊക്കെ മണത്താലും മതിയാവില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ പോകണം. പക്ഷേ ഇവിടെ ശ്രീനാരദൻ ആ കൊച്ച് ബാലന് എന്തേ ഉണ്ടായുള്ളൂ, ഭഗവാന്റെ കാര്യത്തിൽ മാത്രമേ രതിയുള്ളൂ. രാവിലെ ആയാൽ എഴുന്നേൽക്കുക, ആ ഋഷീശ്വരന്മാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അതിനുശേഷം അവർ പറയുന്ന കഥകളെ കേൾക്കുക, ആ ഭഗവാന് നിവേദിച്ചതിൻ്റെ നൈവേദ്യമായ പ്രസാദത്തെ, അതിനെയാണ് നാവിന് രുചി. ഭഗവാന്റെ നാമം ജപിക്കാനും ആ പ്രസാദം കഴിക്കാനും ആ ഭഗവാന്റെ പാദങ്ങളിൽ പൂജിച്ച ആ പൂക്കളുടെ ഗന്ധം, ആ തുളസിയുടെ ഗന്ധം, അതൊക്കെ തന്നെയാണ് ഇഷ്ടമായിട്ട് തോന്നിയത്. അതുപോലെ എല്ലാം ആ ഈശ്വരനിൽ മാത്രം ആ ശ്രദ്ധയുള്ളവനായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ഋഷീശ്വരന്മാർക്ക് എന്തുണ്ടായി, ആ ബാലനിൽ അതിയായ വാത്സല്യവും കാരുണ്യവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ചാതുർമാസ്യമൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ പുറപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് ഏറ്റവും പരമ രഹസ്യമായതും അത്യന്തം രഹസ്യമായതെന്ന് വെച്ചാൽ, രഹസ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴും പറയേണ്ട, രഹസ്യം എന്ന് പറഞ്ഞാൽ മറ്റാരോടും പറയരുതെന്നല്ല, എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് ബോധ്യമാവാത്തതാണ്. അതിൻ്റെ രഹസ്യം ബോധ്യമാവില്ല അല്ലേ. നമ്മുടെ അവിടെയൊക്കെ ഭാഗവതം വായിക്കണു, നാമം ജപിക്കണു, കഥകൾ പറയണു, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ അത്രയും മഹാത്മാക്കളുടെ അനുഗ്രഹവും ഈശ്വരകൃപയൊക്കെ വേണം. നമ്മുടെ പൂർവ്വജന്മകൃതമായിട്ടുള്ള വാസനയൊക്കെ ഉണ്ടാവണം, എന്നാലേ ലഭിക്കുള്ളൂ. അപ്പോൾ അത്രയും പരമഗുഹ്യമായിട്ടുള്ള ആ ഭാഗവത ധർമ്മത്തെ അവരെന്ത് ചെയ്തു, ആ ഋഷീശ്വരന്മാരെ ഈ കൊച്ചുബാലന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയാം. അങ്ങനെ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആ അറിവ് കൊണ്ട് ഇനി പറയണു, ഈ ഭഗവാന്റെ മായാവൈഭവത്തെ അത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാന്റെ മായയാണ് എല്ലാം, ഈ ലൗകികമായിട്ടുള്ള എല്ലാം ഈശ്വരമായിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈശ്വരൻ്റെ തത്വത്തെ
അറിയുന്നത് തന്നെ ആണ് ഏറ്റവും വലിയ പരമാർത്ഥ ജ്ഞാനം എന്ന് ബോധ്യമായി അദ്ദേഹത്തിന് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറിവ് ആർക്കുണ്ടാവുമോ അവരാണ് ആ ഭഗവാന്റെ പാദത്തോട് കൂടിയിട്ട് ചേരണു എന്നത് ആ ശ്ലോകം കൊണ്ട് പറയണു. ഇനി അടുത്ത ശ്ലോകം. ഏതത്സംസൂചിതം ബ്രഹ്മം താപത്രയാ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോ യശ്ച ഭൂതാനാം ജായതേ യേന സുവ്രത ത്വമേവാഹ്യാമയം ദ്രവ്യം ന പുനാദി ചികിത്സിതം ഏവം ദൃഢം ക്രിയായോഗ സർവേ സംസൃതി ഹേതവ തം ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാപരേ യദത്ര ക്രിയതേ കർമ്മ ഭഗവത്പരിതോഷണം ജ്ഞാനം യത്തദധീനം ഹി ഭക്തിയോഗ സമന്വിതം. ഇവിടെ സുജിതം ബ്രഹ്മൻ ഭഗവൽ ബ്രഹ്മഭാവിതം ഈശ്വരാർപ്പിതമാം കർമ്മം താപത്രയ ചികിത്സിതം രോഗകാരണമാം വസ്തു അതേപടി കൊടുക്കുകിൽ രോഗശാന്തി വരില്ലെന്ന വാസ്തവം ലോകസമ്മതം. നരകർമ്മങ്ങളൊക്കെ സംസ്കൃതി ഹേതുക്കളെങ്കിലും ഈശ്വരാർപ്പിതമാം കർമ്മം മറുത്തിയിടുന്നു ഈശ്വരാർപ്പിതമാം കർമ്മം അറുത്തിയിടുന്നു വാസന. ഇവിടെ ചെയ്യുമീ കർമ്മം ഭഗവൽ പരിതോഷണം. ഇതിൽ നിന്നുളവാം ജ്ഞാനം ഭക്തിയോഗ സമന്വിതം. പറയാണ് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ ആ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ആ നിയന്താവും സർവ ഐശ്വര്യപൂർണനും എല്ലാ സ്ഥലത്തും സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനുമായിട്ടുള്ള സർവേശ്വരനിലെ സർവകർമ്മങ്ങളെയും സമർപ്പിക്കുന്നതിന് അങ്ങനെ ആരാണോ സമർപ്പിക്കുന്നത് അവർക്ക് ആ 3 വിധത്തിലുള്ള താപത്രയങ്ങളും ഇല്ലാണ്ടാവണു. ആ താപത്രയങ്ങളുടെ ബാധ അതിൻ്റെ സിദ്ധൌഷധമാണ്. അതാണ് ഈ താപത്രയങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള സിദ്ധൌഷധമാണ് ഈ ഭഗവാന്റെ കഥാശ്രവണം, ഭഗവാന്റെ നാമസങ്കീർത്തനം, ഭാഗവത ധർമ്മം. അതൊക്കെ വേണ്ടതുപോലെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഈ ബാലന്. അപ്പം അങ്ങനെയുള്ള ആ സംസാരത്തെ നശിപ്പിക്കുന്ന കർമ്മം തന്നെയാണ് ആ താപത്രയത്തെ നശിപ്പിക്കുന്നത് എന്ത്. അപ്പോൾ അങ്ങനെ ആ രഹസ്യത്തെ ദൃഷ്ടാന്തപൂർവം ബോധിപ്പിക്കുകയാണ് ഇവിടെ ശ്രീനാഥ മഹർഷി. അപ്പോൾ പറയണു, നെയ്യ് മുതലായിട്ടുള്ള ദ്രവ്യങ്ങളുടെ ഉപയോഗം നിമിത്തം ചിലപ്പോൾ ജനങ്ങൾക്കൊക്കെ അസുഖം ഉണ്ടാവാറുണ്ട്. നെയ്യൊക്കെ കഴിച്ചിട്ട് അസുഖം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ നെയ്യ് കഴിച്ചിട്ടാണ് ഒരാൾക്ക് രോഗം ഉണ്ടായി. അപ്പോൾ ഇതിപ്പോൾ പറയുകയാണ് അജീർണം ഉണ്ടായി, അത് നെയ്യ് കഴിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വേറൊരു നെയ്യ് എഴുതി തരാമെന്നുണ്ട്. ആ നെയ്യ് തന്നെ കഴിക്കാൻ കൊടുത്താൽ ആ അസുഖം രോഗം കൂടുതലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടായതെന്ന് ആദ്യം അറിയണം. എന്നിട്ട് ആ കാരണത്തിനെ കളയുന്ന മരുന്നിനെയാണ് കൊടുക്കേണ്ടത്. അതിന് കാരണം എന്തുകൊണ്ടാണ്, അപ്പോൾ അത് ഇന്നതാണെന്ന് മനസ്സിലായി ആ കാരണത്തിന് വേണം മരുന്ന് ചെയ്യാൻ. ചിലപ്പോൾ തലവേദനയായിട്ടാവും ചെല്ലണത്. ഈ തലവേദന വരാനെന്താ കാരണം? വയറിൻ്റെ പ്രശ്നം കൊണ്ടാവും തലവേദന വന്നിട്ടുണ്ടാവുക അല്ലേ. ഒരിക്കലും ഒരു ചെവി വേദന വരികയുണ്ടായി. എന്നിട്ട് ചെവിയുടെ വേദനയ്ക്ക് ഡോക്ടറെ കാണാനായിട്ട് പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു ദന്തിസ്റ്റിനെ പോയി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. ചെവി വേദന ദന്തിസ്റ്റിനെ കാണുന്ന എന്തിനാ ചെവി വേദനയ്ക്ക്? അങ്ങനെയുണ്ട് അത്ര. ചില ചെവി വേദനയ്ക്ക് ദന്തിസ്റ്റിനെ കാണണം. കാരണം ഈ വായയുടെ ഈ ഭാഗത്തുള്ള ഒരു അവിടെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ ചെവി വേദന വരുന്നത്. എന്നിട്ട് ദന്തിസ്റ്റിനെ കണ്ടിട്ട് അതിന് വേണ്ട പോലെ ചികിത്സ ചെയ്തപ്പോൾ ആ ചെവി വേദന മാറി.
അപ്പോൾ എന്താണ് ലക്ഷണം കണ്ടിട്ട് മനസ്സിലാവണം ഇന്നതുകൊണ്ടാണ് ഇത് വന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു വൈദ്യർക്കോ ഡോക്ടർക്കോ ഒക്കെയാണ് അതിന് ചികിത്സ വരാം. അല്ലാണ്ട് തലവേദനയ്ക്കുള്ള മരുന്ന് തരുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടേ കൊടുക്കാവൂ. അല്ലാണ്ട് വേദനാസംഹാരി മാത്രം കഴിച്ചതുകൊണ്ട് കാര്യമില്ല, അത് വേറെ പല രോഗങ്ങളെ ഉണ്ടാക്കി തീർക്കും. അപ്പം അതുകൊണ്ട് രോഗം എന്താണെന്ന് അറിയാണ്ട് മരുന്ന് കഴിച്ചാൽ അത് മാറില്ല. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മളുടെ ഇതിൽ നെയ്യ് സേവിക്കുകയോ എന്ന് കൊടുക്കുമ്പോൾ നെയ്യ് കഴിച്ചിട്ടല്ലേ എനിക്ക് ഈ രോഗം വന്നത്, പിന്നെ എനിക്ക് നെയ്യ് തന്നെ തരണം എന്താണെന്ന് ചോദിക്കും. പക്ഷേ ആ നെയ്യിനോട് കൂടിയിട്ട് കുറച്ച് ഔഷധങ്ങളൊക്കെ ചേർത്ത് അതിനെ വേണ്ടതുപോലെ പാകപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന നെയ്യാണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഈ അസുഖത്തിന് ഭേദമാക്കി തരും. അപ്പോൾ അത് ആർക്കേ അറിയുള്ളൂ? ആ വൈദ്യനെ അറിയുള്ളൂ അത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഔഷധം ആ രോഗത്തെ നശിപ്പിച്ച് എങ്ങനെ സുഖം വരുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ രോഗത്തിൻ്റെ ഇപ്പോൾ ഭവരോഗത്തെ നശിപ്പിക്കാനായിട്ടുള്ള ഏകസിദ്ധ ഔഷധമാണ് ഈ ഭാഗവതാമൃതം. ആ അമൃതത്തെയാണ് സേവിക്കേണ്ടത്. അതിനെയാണ് ഇവിടെ ഋഷീശ്വരന്മാർ ഈ മുനികുമാരന് ഈ ബാലന് പറഞ്ഞു കൊടുത്തത്. അതായത് നാരദരുടെ പൂർവ്വജന്മത്തിലുള്ള ഭാവമാണ് പറയുന്നത്. ആ ബാലന് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ പുണ്യപാപങ്ങളുടെയും രൂപങ്ങളായിരിക്കും. പുണ്യപാപങ്ങൾ ഏത് ഭാവത്തിൻ്റെ രൂപത്തിലാണ് വരിക? സുഖദുഃഖങ്ങളായിട്ടാണ് വരിക. അപ്പോൾ സുഖമായിട്ട് വരും, ദുഃഖമായിട്ട് വരും, അല്ലേ? പല വിധത്തിലും സുഖദുഃഖങ്ങളായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യർക്ക് അതിന് കാരണം എന്താ, ഏത് കർമ്മത്തിൽ നിന്നാണ്, എങ്ങനെയാണ് ഈ സുഖദുഃഖങ്ങളെ ജനിപ്പിക്കാനായിട്ടുള്ളത്, അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിന് ആ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് എന്തുകൊണ്ട് ആ ദുഃഖം വരണമെന്ന് നമുക്ക് അറിയണില്ല. പൂർവ്വജന്മകൃതമായിട്ടുള്ള ആ കർമ്മങ്ങളുടെ ഫലമാണെന്ന് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഈശ്വര കഥകൾ കേട്ട് ഭാഗവതമൊക്കെ ശ്രവിച്ചൊക്കെ തുടങ്ങുമ്പോൾ മഹാത്മാക്കളുടെ അടുത്ത് നിന്ന് പറയണു, നിങ്ങളറിയ സുഖദുഃഖങ്ങൾക്കൊന്നും കാരണം നമ്മൾ പറയും എൻ്റെ സുഖത്തിന് കാരണം ഇന്ന ആളാണ്, എൻ്റെ ദുഃഖത്തിന് കാരണം ഇന്ന ആളാണ്, അവർ കാരണം അങ്ങനെ ഉണ്ടായി, ഇത് കാരണം ഇങ്ങനെ ഉണ്ടായി, അവിടെ ചെന്ന് കാല് അടിച്ചത് കൊണ്ടാണ് എനിക്ക് വേദന വന്നത് എന്നെല്ലാം പറഞ്ഞ് പല വിധത്തിലുള്ള കാരണങ്ങളെ നമ്മൾ പറയുകയാണ്. പക്ഷേ അതൊന്നുമല്ല അതിന് കാരണം. ജന്മകൃതമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അത് അങ്ങനെ വരുന്നത്. അല്ലെ, അങ്ങോട്ട് ആ ഒരു വഴി കൂടെ നടക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. എന്നും ഒരേ വഴി കൂടെ നടക്കാൻ പോണ ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം അയാൾക്ക് തോന്നി എന്നും ഈ വഴിക്കൂടെയല്ലേ നടക്കണം, ഇന്ന് വഴി മാറി നടക്കാമെന്ന് വെച്ചാൽ വഴി മാറി അങ്ങ് നടക്കാൻ പോയി. പക്ഷേ ആ വഴിയിൽ വഴുക്കലുണ്ടായിരുന്നു. നടന്ന് കുറച്ചെത്തിയപ്പോഴേക്കും വഴിക്ക് വീണു. അപ്പം ആ നടന്ന വഴിക്കൂടെ തന്നെ നടക്കുകയാണെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇതെന്താ, ഇതിലെ നടന്നത് കൊണ്ടാണ്, വഴിക്ക് നടന്നത് കൊണ്ടല്ല, അത് അങ്ങനെ വീഴാനായിട്ടുള്ളൊരു നിയോഗം അവിടെ ഇരിക്കുന്നു. അപ്പം നമുക്കിതാ അതുപോലെ അങ്ങോട്ട് വന്നു ചേരുകയാണ് ചെയ്യണത്. അതിപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് അറിയില്ല. അതിലെ പോയാൽ അവിടെ വഴുക്കലുണ്ട്, വഴിക്ക് വീഴുന്നുള്ളതിന് അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിലെ നടന്നത്. അതേസമയം അതിലെ നടന്നിട്ടുണ്ടെങ്കിൽ വഴിക്ക് വീഴും, അവിടെ വഴുക്കുക എന്നുള്ള അറിവുണ്ടായാൽ നമ്മൾ അതിൽ നടക്കുമോ? നടക്കില്ല. അപ്പോൾ അറിവില്ലായ്മയാണ് അവിടുത്തെ വീഴ്ചയ്ക്ക് കാരണം. അപ്പോൾ അവിടെ വഴുക്കലുണ്ടായത് കൊണ്ട് വീഴണമെന്നില്ല. നമ്മൾ വഴുക്കണത്തെക്കൂടെ ചവിട്ടി നടന്നാലല്ലേ വീഴുള്ളൂ. അപ്പോൾ അവിടെ വഴുക്കലുണ്ട് എന്നുള്ള അറിവുണ്ടായാൽ നമ്മൾ വഴുക്കുന്ന ഭാഗത്തേക്കൂടെ നടക്കില്ല. അപ്പോൾ നമുക്ക് വീഴ്ച സംഭവിക്കില്ല. അപ്പോൾ അറിവില്ലായ അതുപോലെയാണ് ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങളൊക്കെ അറിവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണതെന്ന് നമുക്ക് അറിവില്ല. ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവണത് എന്ന് അറിഞ്ഞാൽ അപ്പോൾ ആ കാരണത്തെ അങ്ങോട്ട് ഒഴിവാക്കുകയാണല്ലോ. അപ്പോൾ പൂർവ്വജന്മഗതമായിട്ടുള്ള വാസന കൊണ്ടാണ് അത്. ശരി, ആ വാസന ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം? ആ വാസന ഇല്ലാണ്ടാക്കാൻ ഈശ്വര കഥകളെ കേൾക്കൂ, ഈശ്വരൻ്റെ നാമങ്ങളെ, ഈശ്വരൻ്റെ ആ മഹത്വത്തിനെയൊക്കെ കേൾക്കൂ, ഈശ്വര കഥകൾ പറയൂ, ഈശ്വരനാമം ജപിക്കൂ എന്നൊക്കെ മഹാത്മാക്കൾ പറയണു. അപ്പം അങ്ങനെ സുഖദുഃഖത്തിൻ്റെ ഇതൊക്കെ അല്ലേ, പലപ്പോഴും നമ്മളെന്താ അതിനൊന്നും ശ്രദ്ധ കൊടുക്കില്ല അല്ലേ. ഞാൻ പറയും അവിടെ വഴുക്കുക, അതിലെ പോയി പരിചയമുള്ള ഒരാൾ പറയണത് അവിടെ വഴുക്കലുണ്ട് കേട്ടോ, നിങ്ങൾ അതിലെ പോകണ്ട. നമുക്ക് അതിലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയണു അവർ അതിലെ പോകണ്ട കേട്ടോ, അവിടെ വഴുക്കലുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ വഴുക്കാത്ത ഷൂസ് ഇട്ടിട്ട് ഞാൻ ഓടിയാലും കൂടി വഴുക്കണോട്ടേക്കാൾ ഓടിയാലും കൂടി വഴുക്കി വീഴില്ല. എന്നിട്ടാണ് ഈ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്ന് പറഞ്ഞ അഹംഭാവം കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് വീഴാനും മതി. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കാണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാണ്ടല്ല, നമ്മളാ പറഞ്ഞതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാത്തത് കൊണ്ടൊക്കെ നമുക്ക് അനുഭവങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അപ്പോൾ ആ കർമ്മങ്ങൾ
ഈശ്വരൻ എല്ലാ കർമ്മങ്ങളും അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ കർമ്മങ്ങളും ഈശ്വരന് കർമ്മങ്ങളാണ് കർമ്മഫലങ്ങളെ തരുന്നത്. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യണു, ഞാൻ പറയണു എന്നുള്ള ഭാവത്തിലല്ലേ നമ്മൾ ചെയ്യണേ. അപ്പോൾ അതൊക്കെ ഈശ്വരന് സമർപ്പിക്കുക എല്ലാം. കാരണം ഈ ശരീരത്തിൻ്റെ ഓരോ അണുവും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആര് ഉണ്ടാവണം? ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൻ്റെ ആ പവർ കൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ചൈതന്യം ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ടതുപോലെ പ്രവർത്തിക്കില്ല. അപ്പം ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ യന്ത്രത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ അതാണ് ഈ കർമ്മം. അപ്പോൾ ആ ശക്തി എല്ലാ കർമ്മങ്ങളും അപ്പം ഞാനായിട്ട് ഈ ശരീരം ഞാനല്ല, ഇത് ചെയ്യുന്നതൊക്കെ ആ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ ഭാവം തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് ചെയ്യുന്ന പൂർവ്വജന്മവാസനയ്ക്കനുസരിച്ച് ഇതുവരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പൂർവ്വജന്മവാസനയായിട്ട് വന്നിട്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ഉണ്ടാക്കി തീർക്കണത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് തിരിച്ചറിയുന്ന നിമിഷത്തിൽ തൊട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈശ്വരാർപ്പിതമായിട്ട് ഈശ്വര പൂജയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ നമുക്ക് ആ കർമ്മ പ്രാരാബ്ധം നമ്മളെ പിന്തുടരില്ല. ആ കർമ്മങ്ങൾ നശിച്ചു പോവുകയാണ്. അതൊക്കെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് ഭവിക്കണമെന്ന് പറയാം. അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ആ കർമ്മനാശം ഇല്ലാണ്ടാവണത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ് കർമ്മനാശം ഇല്ലാണ്ടാവാൻ. അപ്പോൾ അറിവ് കൊണ്ട് മാത്രമേ കർമ്മങ്ങൾ നശിക്കുള്ളൂ. അപ്പോൾ അറിവ് എങ്ങനെയുണ്ടാവുക? ഭക്തി കൊണ്ടാണ് ഉണ്ടാവുക. ഈശ്വരനോട് നിരന്തരമായിട്ട് ഈശ്വരനിൽ ഭക്തി ചെയ്താൽ മാത്രമേ ആ അറിവുണ്ടാവുള്ളൂ. ഈശ്വരൻ്റെ മഹത്വം അറിഞ്ഞ് ഈശ്വരനോട് നിരന്തരമായിട്ട് ആ ഈശ്വരനോട് ഭക്തി ചെയ്താൽ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യപ്പെടുന്ന ആ കർമ്മം ഭഗവത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഭക്തി നമ്മുടെ ഉള്ളിൽ വളർത്തുകയാണ് ചെയ്യണത്. അപ്പോൾ ഭഗവാങ്കൽ സമർപ്പിച്ചതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ഭക്തിയെ ജനിപ്പിക്കും. അപ്പോൾ അതിന് വേറെ ഫലം ഒന്നുമില്ല. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനോട് കൂടുതൽ മറ്റോ ഒന്നിനും ആഗ്രഹങ്ങളൊന്നും വരില്ല. അപ്പം നമ്മളുടെ മനസ്സ് എല്ലാം മനസ്സൊക്കെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തകൾ, ആഗ്രഹങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു കൂട്ടാണ് മനസ്സ്. അത് ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ആ മനസ്സ് അവിടെ ഇല്ല, അല്ലേ? അവിടെ മനസ്സില്ലാണ്ടായി. കാരണം മനസ്സാകെ കൂടി എവിടെ അലിഞ്ഞു ചേർന്നു? ആ ഈശ്വരനിൽ അലിഞ്ഞു ചേർന്നു. അപ്പം അങ്ങനെയുള്ള ആ അറിവ് കർമ്മത്തെ മുഴുവനും നമ്മുടെ കർമ്മത്തെ മുഴുവൻ പരിശുദ്ധമാക്കിയിട്ട് നമുക്ക് ആ ഈശ്വരനിൽ സാക്ഷാത്കാരം നേടാനായിട്ട് സഹായിക്കണം എന്നെല്ലാം ഇതൊക്കെ ആ കുഞ്ഞ് ഉണ്ണി ആ നാമം ചെയ്തതിൽ നിന്ന് ആ കുഞ്ഞു ഉണ്ണിയായിട്ടുള്ള ആ ഒരു 6 വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു ബാലന് അത്രയും ചെറിയ കുട്ടിയായിട്ട് പോലും അവൻ്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങളൊക്കെ തെളിയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത്രയും ഉള്ളിലിരിക്കുന്ന ആ പരമമായ ശക്തിയെ അവൻ ഉൾക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ്. അടുത്ത ശ്ലോകം. കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗുണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംഘർഷണായ ച. ഈശ നിർദ്ദിഷ്ടമാം ഈശാർപ്പിത കർമ്മങ്ങൾ ചെയ്യവേ പാടും സ്മരിക്കും കൃഷ്ണന്റെ ഗുണവും നാമവും ജനം. നമിപ്പേനങ്ങയെ സാക്ഷാൽ ഭഗവാൻ വാസുദേവനെ പ്രദ്യുമ്ന സംഘർഷണനെ നമിപ്പേൻ അനിരുദ്ധനെ. അപ്പോൾ ആ ഭഗവാനിൽ സമർപ്പിക്കുന്ന കർമ്മം ആ ഭക്തിയോഗത്തെ ഉണ്ടാക്കുമ്പോൾ എന്തു ചെയ്യും? ആ ഭക്തിയോഗത്തെ ഉണ്ടാക്കണ സമയത്ത് ആ ഭക്ത്യാദി കല്യാണ ഗുണം ഉണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ ആ കല്യാണ ഗുണങ്ങളെ കീർത്തിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിലും
ക്കും പതറിക്കൊണ്ട് ആ മനസ്സ് പോലെ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പോൾ ആ സർവ്വ ഐശ്വര്യപൂർണനും സർവത്ര വിളങ്ങുന്നതിനുമായ നിന്തിരുവടിക്കായിക്കൊണ്ട് ആ ഭഗവാനിതാ നമസ്കാരം. ആ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നീ പേരുകളോട് കൂടിയിട്ടൊക്കെ പ്രകാശിക്കുന്നത് അങ്ങ് തന്നെയാണ്. ആ അങ്ങയേതാ മനസ്സാ നമസ്കരിക്കണു എന്ന് പറയാം. ഇതി മൂർത്യഭിധാനേന മന്ത്രമൂർത്തിമൂർത്തികം യജതേ യജ്ഞപുരുഷം സാ സമ്യക് ദർശനപ്പുമാൻ. ഏവം മൂർത്യഭിധാനത്താൽ അമൂർത്തൻ മന്ത്രമൂർത്തിയെ യജ്ഞമൂർത്തിയെ വന്ദിച്ചൻ സമ്യക് ദർശനൻ അപ്പുമാൻ. അങ്ങനെതാ ആ 3 നാമങ്ങളെയൊക്കെ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രമാകുന്ന സ്വരൂപത്തെ ഒഴിച്ച് ബാക്കി അന്യമായ സ്വരൂപമില്ലാത്ത യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാനെ പൂജിക്കുന്ന പുരുഷൻ എന്ത് ചെയ്തു? പുരുഷാർത്ഥത്തെ അനുഭവിച്ചറിയാനായിട്ട് അവന് സാധിക്കും. അതായത് ആ അനുഭവം ഉണ്ടാവും, ശ്രീകൃഷ്ണാനുഭവം ഉണ്ടാവും, ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്ന് പറയാം. ഇമം നിഗമം ബ്രഹ്മന്നവേദ്യ മതനുഷ്ഠിതം അദാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. തൻ്റെ നിർദ്ദേശമേവ ഞാൻ അനുഷ്ഠിക്കുക കാരണം എനിക്കേകി കേശവൻ സ്വസ്വരൂപജ്ഞാനമൈശ്വര്യം. അങ്ങനെ ഭഗവാൻ ഉപദേശിച്ചതിനനുസരിച്ചിട്ട്, ആ ഋഷിമാർ ഉപദേശിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതിന് എന്ത് ചെയ്തു? ആ ഭഗവാൻ തന്നെ ഭക്തിയും അറിവിനെയും എനിക്ക് നൽകി എന്ന് പറയുന്നു. ത്വമപ്യതഭ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേ യേന വിദം ബഭൂത്സിതം പ്രഖ്യാഗി ദുഃഖൈർമുഹുരർദ്ധിതാത്മനം യത്ക്ലേശ നിർവാണമുശന്തി നാന്യഥാ. വേണ്ടത്ര കേട്ടോ വിഭുവിൻ പ്രശസ്തി നീ പ്രസിദ്ധമീയൊറ്റ വഴിക്കു പോക നീ. ഭൂപത്സ ജിജ്ഞാസുവിനറ്റു പോകുവാൻ ദുഃഖാർത്ഥതൻ ക്ലേശമകന്നു മാറുവാൻ പറയണു. അങ്ങ് പറയാണ്, ആ വേദവ്യാസ മഹർഷിയോട് പറയണം, അങ്ങ് ഇപ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ പരിശുദ്ധ കീർത്തിയെ എല്ലാവർക്കും അറിയുന്നത് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവണ വിധത്തിൽ ലളിതമായിട്ട് അതിനെ കീർത്തനം ചെയ്യൂ. അതിനെ അറിഞ്ഞിട്ട് ആ വിദ്വാൻമാരുടെ ജ്ഞാനേച്ഛ ശമിക്കുക. അതായത് ഞാൻ പണ്ഡിതനാണ് എന്നൊക്കെ പറയില്ലേ, ആ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ഭ്രമാവും എനിക്കൊക്കെ എന്നും ചിലർ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞുള്ള അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈശ്വരൻ്റെ കഥകളെ പറ്റിയിട്ട് കേൾക്കും തോറും അവർക്കൊക്കെയുള്ള ആ അറിവ്, ഇനിയും അറിവ് നേടണം. എന്ത് അറിവ് നേടിയിട്ട് എന്താ കാര്യം? അറിയേണ്ടതിനെ അറിയാണ്ട് മറ്റുള്ള അറിവുകൾ നേടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളിൽ ആ ഭക്തിഭാവം വന്നാലേ അറിയേണ്ടതിനെ അറിയുള്ളൂ. ആ ഭക്തിഭാവം വരുമ്പോൾ ഈ അങ്ങ് ലളിതമായിട്ട് ആ ഭഗവാന്റെ മഹിമകളെ ഇങ്ങനെ കീർത്തിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ആ ഭക്തി നിറയും. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ വിവേകം ഉണ്ടാവും, തിരിച്ചറിവുണ്ടാവും, വിവേചന ബുദ്ധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർക്ക് ഈശ്വരനിൽ ഭക്തിഭാവം ഉണ്ടാവും, അങ്ങനെ അവർക്ക് അറിവുണ്ടാവും, ജ്ഞാനവൈരാഗ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അറിവ് നേടി അങ്ങനെ ഉള്ള ആ ഒരു ആഗ്രഹം ഇല്ലാണ്ടായിട്ട് ആ ഭഗവാനിൽ തന്നെ ആ ബ്രഹ്മാനന്ദത്തെ, ആ പരമാനന്ദത്തെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം വരും. ഈശ്വരനിൽ മീതെ അറിയേണ്ടതൊന്നുമില്ല എന്ന് ഒരു സംതൃപ്തി അവർക്കുണ്ടാവും. ആധ്യാത്മികമായിട്ടുള്ള ആ ദുഃഖങ്ങൾ കൊണ്ട് മനസ്സിന് ഒരു നേരവും സ്വൈരമില്ലാണ്ട് അലയുന്നവർക്ക് അങ്ങനെ ആ ക്ലേശമൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ,
അവർക്കിതാ ഈശ്വര കഥകളും ഈശ്വര നാമങ്ങളും ഈശ്വര മഹിമകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ദുഃഖത്തിനൊക്കെ ഒരു ശാന്തി വരും, മനസ്സിനൊക്കെ ഒരു ആശ്വാസം വരും. അപ്പോൾ അവർക്ക് തോന്നും ഇതുവരെ എന്തെല്ലാം കാര്യത്തിന് ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സമാധാനം ഇല്ലാണ്ട് എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞു എന്നിട്ട് ഒരു മനസ്സമാധാനം കിട്ടിയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം മനസ്സമാധാനം ഉണ്ട് എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ആ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് അവരിതാ ഇവിടെ ഇങ്ങനെ വന്ന് ഈശ്വര കഥകളെ ശ്രവിച്ച് അവരുടെ ഉള്ളിലും ആ ഭക്തിഭാവം വരും. അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിലും കുറേശ്ശെ അറിവ്, എന്തിനെ അറിവ്, ഭഗവാനെ അറിയേണ്ടതിനുള്ള അറിവ് തെളിഞ്ഞു വരും. അങ്ങനെ അങ്ങ് ഏതൊന്നിനു വേണ്ടിയിട്ടാണോ ഇതുവരെ പരിശ്രമം ചെയ്ത് ആ പരിശ്രമം സഫലമാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 5-ാം അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ പഞ്ചമോധ്യായ എന്ന് ശ്രീമദ് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം വ്യാസനാരദ സംവാദം പഞ്ചമോധ്യായം സമാപ്തം. ഇനി അടുത്തത് 6-ാം അധ്യായമാണ്. അതും ഈ വ്യാസനാരദ സംവാദത്തിൻ്റെ തുടർച്ചയാണ്. ഇനി ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടിയും പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല നാരദരെ. അപ്പോൾ അതാ ഇനി കീർത്തിക്കുമെന്ന് പറയണവരെ നിർത്തിയിട്ടുള്ളൂ. ഇനി തുടർച്ചയാണ്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രവിക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം അപ്പോഴാണ് ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം കേൾക്കാം ആയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഇവിടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണു. എല്ലാവരുടെ ഉള്ളിലും ഇരുന്ന് ആ ഭഗവാൻ സന്തോഷിക്കണേ. എല്ലാവരുടെ ഉള്ളിലും അറിവായിട്ട് പരമപ്രേമമായിട്ട് ആ പരമാത്മജ്ഞാനമായിട്ട് ഭഗവാനെ അവിടെ നിന്ന് അറിയണേ എന്ന് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവാൻ നമസ്തേ. മുല്ലോർലിത്തേവരേ ശരണം. സാധ്യം രാധ സാധനം യസ്യ രാധ. മന്ത്രോ രാധ മന്ത്രദാത്രീ ച രാധ. സർവം രാധ ജീവനം യസ്യ രാധ. രാധ രാധ വാചികം തസ്യ ശേഷം.